എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് അക്ബറിനോട് ബീർബൽ പറഞ്ഞൊരു കൊച്ചു കാര്യം ഈ സമയവും കടന്നു പോകും. അതെ മാഷേ, ഫിലോസഫിക്ക് കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ എന്ത് പക്ഷേ? ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? എടോ, താനീ പറയുന്ന പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല എൻ്റെ ഈ കാര്യങ്ങൾ. ഉള്ളത് പറയാലോ, ഒരുമാതിരി പെട്ട അവസ്ഥയായിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് ചാടിയേ. It wasn't as easy as you think, man. അപ്പൊ പിന്നെ താനെന്തിനാ അവനെ? ആഹാ, എത്തിയോ? വീണ്ടും മറിച്ചിട്ടല്ലേ? എന്തു മറിച്ചു? തന്നോടല്ലടോ, ഞാൻ എൻ്റെ പൂച്ചയോട് സംസാരിച്ചതാ. അവള് വീണ്ടും ആ ഡസ്റ്റ്ബിൻ മറിച്ചിട്ട്. അയാളെ കൊണ്ട് ആകെ ഉണ്ടായ ഉപകാരം ഇതാ. ആദ്യമൊക്കെ ഇതുങ്ങളെ കണ്ട പേടിയായിരുന്നു. ബട്ട് നൗ ഐ ആം ഓക്കേ വിത്ത് ഇറ്റ്. അത് ഈ ചൂടുവെള്ളത്തിൽ വീണോണ്ടാ പച്ചവെള്ളം കാണുമ്പോഴും പേടി തോന്നേ. തനിക്ക് എന്നെ കുറിച്ച് എന്തറിയാടോ? പിന്നെ ആദ്യത്തെ കാമുകൻ തന്ന പ്രണയ സമ്മാനങ്ങൾ അത്രയും വലുതായിരുന്നു. അപ്പോഴേ ഞാനൊന്ന് കുളിക്കാൻ പോവാ. ശരി. എവിടെയാണോ കുളിക്കാൻ പോവാന്ന് പറഞ്ഞ ആ വഴിക്കങ്ങ് പോയോ? ഞാൻ കഴിക്കാനിരിക്കുമായിരുന്നു. ആഹാ, ഇപ്പൊ കഴിക്കുന്നേ ഉള്ളോ? അതെ, എന്തേ? അല്ല, മറ്റേ ആള് അത് ആരാന്നറിയാതൊരു സമാധാനമില്ല. താൻ ഇനി ആ കാര്യം വിട്ടില്ലേ? വിടാനോ? നോ വേ. അത് അറിഞ്ഞിട്ടേ ഇന്ന് പോകുന്നു. അറിയാൻ മാത്രം ഒന്നുമില്ലടോ. നേരത്തെ താൻ പറഞ്ഞില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. അങ്ങനെ എന്നെ ആക്കിയ കലിപ്പനാണ് ആള്. കലിപ്പിന്റെ കാന്താരി. പിന്നെ എന്തിനെതിരൊക്കെ പോയി തലവെച്ചേ? ചില ബന്ധങ്ങൾ അങ്ങനെയാണോ, നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളത് പെട്ടുപോകും. അതൊക്കെ കഴിഞ്ഞില്ലേ? പിന്നെ എല്ലാരും തന്നെ കലിപ്പനെ പോലെ ആവില്ല കേട്ടോ. താൻ എന്റെ മുടി കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റ ഫുൾ തന്റെ അപ്ഡേറ്റ്സ് അല്ലേ? എന്ത് നല്ല മുടിയായിരുന്നു എന്റെ അമ്മ തള്ളാറുള്ളത് എനിക്ക് എന്റെ മുത്തശ്ശിയുടെ മുടിയാ കിട്ടിയതെന്ന്. പിന്നെന്തിനാ മുറിച്ചേ? തോക്കി കയറി വെടിവെക്കല മോനെ ദിനേശ. അയ്യോ ഇല്ലേ, താൻ പറ. അങ്ങനെ കൊണ്ടു നടന്ന മുടിയാ നമ്മുടെ കലിപ്പം കയറി മുറിപ്പിച്ചത്. മനസ്സിലായില്ല. മുടി മാത്രമല്ല മോനെ, കലിപ്പ നീ വിചാരിച്ച പോലെ അല്ല. ആഗ്രഹങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. അപ്പൊ ഇനിയുണ്ടോ ഇങ്ങനത്തെ ആചാരങ്ങൾ? ഇതൊക്കെ എന്ത്? ഇറ്റ്സ് ജസ്റ്റ് ബിഗിനിങ് മാൻ. താൻ പറഞ്ഞു നോക്കണോ? തനിക്കൊരു കാര്യം അറിയോ? എന്തേ? ഒരു ദിവസം അവൻ പറയുക അവൻ എന്റെ മേലെ ടാറ്റു അടിക്കണമെന്ന്. എനിക്കാണെങ്കിലോ ഐ ജസ്റ്റ് ഹേറ്റ് തോട്ട് അബൌട്ട് ഇറ്റ്. ഹലോ ഹലോ ഹലോ, ആർ യു ദേർ? ഹലോ, can you hear me? I thought it got cut. ഏയ് ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് അവസാനം എന്തായി? അവസാനം എന്താവാൻ, പിടിച്ച പിടിയിൽ എൻ്റെ മേലെ ടാറ്റു അടുപ്പിച്ചു. ഇപ്പം അത് കാണുമ്പോഴേ എനിക്ക് അവനെ ഓർമ്മ വരും. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യിപ്പിച്ചായിരിക്കില്ലേ നമ്മുടെ കലിപ്പൻ? എനിക്കെങ്ങനെയാ തോന്നുന്നത്? മോനെ, നീ അവൻ്റെ സൈഡാണോ? എനിക്കും ഉണ്ടായിരുന്നോട് ആഗ്രഹങ്ങൾ, അതാണ് അവൻ ഇല്ലാതാക്കിയത്. അങ്ങനെ നോക്കിയാ ശരിയാണ്. അങ്ങനല്ല, എങ്ങനെ നോക്കിയാലും അത് തന്നെയാണ് ശരി. അത് പോട്ടെ, വേറെന്തൊക്കെയാ നമ്മുടെ കലിപ്പന്റെ കഥ? ഇനിയുള്ളത് എത്ര നേരം പറഞ്ഞ പോലെയല്ല. അവൻ എൻ്റെ ലൈഫിലേക്ക് ജസ്റ്റ് അടുക്കുന്നുണ്ടായിരുന്നേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വരും. ആ ക്ഷീണം മാറ്റാൻ അവൻ എനിക്ക് കുറച്ച് മരുന്നുകൊണ്ടും തരുമായിരുന്നു. ഞാനത് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ പിന്നെ ഐ റിയലൈസ്ഡ് ഐ ബിക്കം എ ഡ്രഗ് അഡിക്റ്റ്. എന്നിട്ട് എന്താവാൻ, അവനെ ചവിട്ടി പുറത്താക്കുന്ന കൂട്ടത്തിൽ ആ ശീലം പതുക്കെ കുറച്ചു വരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. ഡു യു നോ സംതിങ്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഡാൻസ്. അതാണ് അവൻ എന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ നോക്കിയത്. മതി മതി, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയമായി. ശരി, പോയിട്ട് വാ.
താനയാളുടെ പേരൊന്ന് പറയടോ. പേര് പറഞ്ഞാ താൻ അറിയും. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് തനിക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഏയ് എടോ പോലെ. ഹലോ. എന്താ മാഷേ, ടെൻഷനിലാണോ? ശബ്ദം വല്ലാതിരിക്കുന്നു. ഹേയ്, ടെൻഷനൊന്നുമല്ല. പക്ഷേ ഒരു പക്ഷേയില്ല, ഇന്ന് തൻ്റെ ദിവസം. എടോ, എനിക്കിപ്പോൾ താൻ പറഞ്ഞ ആളെക്കുറിച്ച് അറിയാം. തൻ്റെ മുടി മുറിപ്പിച്ച, തൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തെ ടാറ്റു അടിപ്പിച്ച, തന്നെ കൊണ്ട് ഡ്രഗ്സ് കഴിപ്പിച്ച, തന്നെ ഡാൻസ് ചെയ്യാൻ സമ്മതിപ്പിക്കാത്ത ആ ആളിനെ കുറിച്ച് എനിക്കറിയാം. എന്നാ ആൾ ആരാണെന്ന് പറഞ്ഞേ. C A N C E R. ക്യാൻസറിനെ താൻ വളരെ സിമ്പിളായി നേരിട്ടില്ലേ? പിന്നെയാണോ ഈ മുന്നിലിരിക്കുന്നവർ? താൻ അനുഭവിച്ച വേദനകൾ എല്ലാം ഇന്നവരുടെ കയ്യടിയിൽ ഇല്ലാതായി മാറും. താനേ ഇന്നിവിടെ പെർഫോം ചെയ്യുന്നത് ഒരു ഡാൻസ് മാത്രമല്ല, അതൊരു ചരിത്രമാണ്. ഒരുപാട് പേർക്കുള്ള പ്രചോദനമാണ്. ഓൾ ദി ബെസ്റ്റ്. മോഹമാനസങ്ങളിടയിലൊരു നിതാരകമാ